ഗുഡ് മോർണിംഗ്. അപ്പോൾ മൂന്നാമത്തെ ദിവസം എടുത്തു. ഇന്ന് നമ്മൾ നേരത്തെ എഴുന്നേറ്റു. ആസ് യൂഷ്വൽ 6:30 കഴിഞ്ഞപ്പോഴത്തേക്കും വേക്കപ്പ് കോൾ കിട്ടി. ഇനിയിപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ പോവുക എന്നുള്ളതാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, ടൂറിസ്റ്റുകൾക്കിടയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അതിന് ശേഷം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ പോവാം. ഇന്നലെ വളരെ ടയേർഡായിരുന്നു, അതുകൊണ്ടാണ് ഡിന്നർ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും കാണിക്കാതിരുന്ന് വെച്ചത്. കുറച്ച് കട്ടഡ് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ബോയിൽഡ് എഗ്സ്, പിന്നെ കുറച്ച് നൂഡിൽസ്, കിംചി സാലഡ്, പിന്നെ ചിക്കൻ ഹാം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഹൗസ് കീപ്പിങ്ങിൻ്റെ ആളുകളോട് ടവലൊക്കെ ഒന്ന് മാറി, പിന്നെ ഷുഗർ കുറച്ച് കൂടുതൽ വെക്കാൻ പറഞ്ഞ്. രാത്രി വരുമ്പോഴത്തേക്ക് ലെമൺ ടീ ഇട്ട് കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക് ഇടയ്ക്ക്. അപ്പോൾ അത് പറഞ്ഞ് ഏൽപ്പിച്ച് നമ്മളിനിയിപ്പോൾ താഴത്തേട്ട് ഇറങ്ങുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞല്ലോ. ഇനി നേരെ പോകാൻ പോകുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 9 മണിക്ക് മുന്നേ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് എന്തായാലും. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ വഴിയെ കാണാം. Like the old top of the yes, right, they have everything inside there. You can walk roaming around there. And about the നമ്മൾ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ മുന്നിലാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവറോൾ ഒരു ലുക്ക്. ഇങ്ങനെയാണ്. എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കുള്ള ഒരു കാഴ്ച ഇതാണ്. കിങ് രാമ 10 അദ്ദേഹത്തിന് ഇവിടെ നല്ലൊരു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമുക്ക് ഇവിടെ എവിടെ നോക്കുമ്പോഴും കാണാൻ പറ്റും കേട്ടോ. കാര്യം ഈ രാജ്യത്തിൻ്റെ രാജാവായിരുന്നല്ലോ. പിന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട്, വാളിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് ഇതുപോലുള്ള ഒരുപാട് ഫോട്ടോസ് അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ രാജാവിൻ്റെ രാജകുടുംബത്തിൻ്റെയൊക്കെയാണ് മെയിനായിട്ട്. ഇവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ പഴയ ചാരിയറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് പലകയാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. പലക, അതുപോലെ തന്നെ നല്ല തടി, അത് വെള്ളത്തിൽ അടിച്ച് താഴ്ത്തി അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അവർ റെഡിയാക്കിയേക്കണത്. സാധാരണ വെള്ളത്തിൻ്റെയൊക്കെ അടിയിലാണെന്നുണ്ടെങ്കിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മുകളിലാണെന്നുണ്ടെങ്കിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതല്ലേ. പക്ഷേ ഇത് അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല, മോശമായിട്ടുള്ള. ഇവിടെയാണ് നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും കണ്ട് മറ്റൊരു സംഭവം കേട്ടോ, ഈ AK-47 പിസ്റ്റൾ അതുപോലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അവർ ഷൂട്ട് ചെയ്യും. നമ്മൾ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കയറി. ഇപ്പോൾ ഒരു ബോട്ടിൽ കയറിയേക്കുവാണ്. ഇനിയിപ്പോൾ അവർ കൊണ്ടേ നമുക്ക് നമ്മളെ കാണിക്കും. അത്യാവശ്യം വലിയതല്ലേ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. ഒരു ചെറിയൊരു സ്ഥലത്തേക്ക്.
നമ്മളവിടെ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ മൊത്തം നമ്മൾ നടന്ന് കാണുവാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇതാണ് നമ്മൾ പട്ടായയിൽ വന്നിട്ട് ആളുകളൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവിടെയുണ്ട് കേട്ടോ. ഒരു ബുദ്ധനെ ആരാധിക്കാനുള്ള ഒരു ചെറിയ സ്ഥലം. നമ്മളവിടെ നിന്ന് കറങ്ങി ഏറെക്കുറെ 2 കിലോമീറ്ററോളം ബോട്ടിൽ, 2 കിലോമീറ്റർ അല്ല, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. അതിൽ ബോട്ടിൽ നമ്മൾ സഞ്ചരിച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിച്ചാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പോൾ കുട്ടിക്ക് ഒരു 2 കിലോമീറ്ററോളം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വേറൊരു സൈഡിലേക്കുള്ള റോഡാണ്. എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് എന്തെങ്കിലും മേടിക്കാനുള്ള ഒരു പർച്ചേസൊക്കെ ചെയ്യും. എന്തെങ്കിലും നല്ല സാധനം കാണുവാണെങ്കിൽ ഞാനും പർച്ചേസ് ചെയ്യാറുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മളിതേ ഷോപ്പിൻ്റെ അകത്തായിട്ട് കയറുവാണ്. ഇപ്പം എല്ലാം വെള്ളത്തിനടിയിലാണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വിശ്വസിക്കാം, വെള്ളത്തിന് മുകളിലാണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. 265 രൂപയ്ക്ക് ടീഷർട്ട് മുതൽ ടോയ്സ് മുതൽ എല്ലാ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസും കൂടി ഉണ്ട്. ഉണ്ട് കേട്ടോ. 50 രൂപ, അതായത് നമ്മുടെ നാട്ടിലെ 150 രൂപ താഴെ കൊടുത്തു കഴിഞ്ഞാൽ ക്രൊക്കഡോയിലിൻ്റെ ഒരു ചെറിയ പീസ് ബാർബിക്യൂ അടിക്കാം. അപ്പോൾ അതായത് നമ്മൾ 20 രൂപ കൊടുത്തിട്ട് ഒരു ചെറിയ പീസ് മാംഗോ സ്റ്റിക്കി റൈസ് മേടിക്കുന്നുണ്ട്. ഒന്ന് കഴിച്ചു നോക്കണം എന്നുണ്ടായിരുന്നു, ഒന്ന് കഴിച്ചു നോക്കാം. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് ഗ്രില്ലിൻ്റെ പുറത്ത് വെച്ച് അത് ചൂടാക്കിയതിന് ശേഷമാണ് നമുക്ക് തരണത്. അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പീൽ ചെയ്ത് കഴിച്ചോളാനാണ് പറഞ്ഞേക്കണത്. ബനാന ലീഫ്, മാംഗോ ലീഫ്. ഓ, ഇപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാംഗോ ലീഫ് തന്നെയാണെന്നാണ് പറയണത്. അതെനിക്കറിയില്ല. എന്തായാലും കണ്ടിട്ട് അത് എന്തോ മുളയുടെയോ കോണിൻ്റെയോ എന്താണ്ട് സാധനമായിട്ടിരിക്കുന്നു. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ചോറിൻ്റെ അകത്ത് മാങ്ങാപ്പഴം മുറിച്ചിട്ടിട്ട് അത് വാഴയിലയിലോ അങ്ങനെ എന്തെങ്കിലും ഇലയിൽ പൊഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്ലേവറും ടെക്സ്ചറും ഉണ്ട്. വേറെ പ്രത്യേകിച്ച് എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാനില്ല, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. സാധനം ടേസ്റ്റിയാണ് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. സാധനം കൊള്ളാം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ തേടിന് ഇഷ്ടംപോലെ കുത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ ബീറ്റൽസ്, വോംസ്,
ക്രിക്കറ്റ്സ്, നമ്മുടെ വെട്ടിൽ, ഡൊമസ്റ്റിക്കസ്, ഗ്രാസ് ഹോപ്പേഴ്സ്, നമ്മുടെ പുൽച്ചാടികൾ, ഐസലീസ് എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ ഇതിന് ചീപ്പ് വില 50 രൂപയുള്ളൂ. അതായത് നമ്മുടെ ഇവിടുത്തെ വീട്ടിലെ, നമ്മുടെ നാട്ടിലെ ഏകദേശം 100 ചില്ലുവാൻ രൂപ. അപ്പോൾ വലിയൊരു പ്രൈസായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫ്ലോട്ടിംഗ് മാർക്കറ്റും അതിൻ്റെ ഏരിയയൊക്കെ നല്ല ഹൈജീനായിട്ട് കേട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മൾ കാണുമ്പോഴത്തേക്കും അവർ പറയും ടൊമാറ്റിക്ക, അതായത് നമസ്കാരം, വിനയത്തോട് കൂടിയിട്ട് അവർ തലയിൽ താഴ്ത്തും. അപ്പോൾ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യം തായ് മസാജാണ്. എന്തായാലും ഒന്ന് നോക്കണം ഇനി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനൊരു തൊപ്പി മേടിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ 250 ബാത്താണ് പറയുന്നത് അതിന്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. ഓ, ഇത് കൊള്ളാം കേട്ടോ. ഒറിജിനലിനെ വെല്ലുന്ന ടൈപ്പാണ് അവരുടെ പെയിൻറ്റിങ്. ആനയുടെ പടം വരച്ച് വെച്ചേക്കുന്നതാണ്. ഹൈ, ഭംഗിയായിട്ടോ. ഈ ബാം, സോപ്പുകൾ, അതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കണ കടയാണ്. ഇന്നലെ നമ്മൾ ആ ഓതൻറ്റിക് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ 60 രൂപയായിരുന്നു. ഇവിടെ 80 രൂപയാണ് വില. ഇവിടെ അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വെറും ഒരു ലോക്കൽ മാർക്കറ്റായിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രമേലെ നല്ല സെലക്ഷനുകളുണ്ട്. ഒരു 1000 പേരോ 2000 പേരോ 5000 പേരോ 10000 പേരോ വന്നു കഴിഞ്ഞാലും അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. ഈ പുള്ളി അവിടെ വന്നിട്ട് മുതലേനെ മേടിക്കുവാണ്. പുള്ളി എന്നോട് പറഞ്ഞ് ട്രൈ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാനപ്പോൾ മുഖം ചൊളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. വള്ളത്തിൽ ഉണ്ടാക്കി നടന്ന് വിൽക്കുന്ന എന്തൊക്കെയോ അവരുടെ ഡിഷുകളും കാര്യങ്ങളൊക്കെയാണ്. ബനാന റൊട്ടി, മാംഗോ റൊട്ടി എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതൊക്കെ വള്ളത്തിൽ കച്ചവടം നടത്തുന്ന ടീമുകളാണ്. ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ വെച്ച് അതിൽ അവർ കച്ചവടം നടത്തും. അതുപോലെ തന്നെ ചോളം ഒക്കെ വള്ളത്തിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് അവർ നടത്തും. ഒരു കുഞ്ഞു കൊച്ചിനെ കൊണ്ട് വന്നിരുന്ന ഈ ബോട്ടിൽ മാംഗോ പ്ലസ് എഗ്ഗ്, ഇതൊക്കെ ഇവരുടെ ഈ മാംഗോ പ്ലസ് എഗ്ഗ് അവരുടെ മെയിൻ വിഭവങ്ങളാട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ചായക്കട. അപ്പോൾ ഇത് ഫുഡ് മസാജിനുള്ള ഏരിയ ആണ്. ഇവിടെ അവർക്ക് ചീനവലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അത് കീറിയുമ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ അത്യാവശ്യം മീനുകളും ഉണ്ട് കേട്ടോ. നമുക്ക് കാണാം ഇത് പൊങ്ങിച്ചാടുന്നതൊക്കെ.
നമ്മൾ ഏതെല്ലാം ഒക്കെ ഒരു വഴികളിലൂടെ നടന്ന് നമ്മൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുവാണ്. കൃത്യമായിട്ടൊരു ഡെസ്റ്റിനേഷനോ എന്താണ് ചെയ്യേണ്ടതെന്നോ ഒന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടേക്കൊന്ന് കാണണം, അതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. പ്രത്യേകിച്ച് പർട്ടിക്കുലർലി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പർട്ടിക്കുലർലി അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പക്ഷെ എനിക്കിങ്ങനെ നടന്ന് കാണുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടുന്ന് ഒരു മെയിൻ ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് കേട്ടോ. എവിടെ ചെന്നാലും ഇന്ത്യക്കാരെന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും എന്ന് പറയണ പോലെ ഇവിടെ വന്നിട്ട് എന്തോ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ചൊവ്വേൽ ചെന്ന് കഴിഞ്ഞാലും ഉണ്ടാവും മലയാളികളോ ഇന്ത്യക്കാരോ ആരെങ്കിലുമൊക്കെ. അത് ഇന്ത്യക്കാരുടെ മാത്രം ഒരു ക്വാളിറ്റിയാണ്. ആകെ ഒരു പ്രശ്നം അവരുടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും അത്യാവശ്യം അത്രയും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളല്ല. അവർക്ക് ഈ കച്ചവടമായിട്ട് നടക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സംശയമൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മാർക്കറ്റ് എപ്പോഴാണ് ഇത് രൂപീകരിച്ചതെന്നോ അതല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് കളയും. ഒരുപക്ഷെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയണമാവാം, അല്ലെങ്കിൽ അവർക്ക് ശരിക്കും അറിയില്ലാത്തത് കൊണ്ട് പറയണമായിരിക്കാം. അപ്പോൾ എന്തായാലും ബെസ്റ്റ് റെക്കമെൻഡഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയ സ്ഥലങ്ങളിലൊന്നാണ് ഈ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അതല്ലെങ്കിൽ തായ്ലൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടുത്തെ ബാരൽസും അങ്ങനെയുള്ള യൂസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലും വുഡും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു മാർക്കറ്റിലെ ഈ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഈ ട്രെയിനിനോട് സാദൃശ്യമുള്ള ഇങ്ങനൊരു സംഭവം. ഇതെന്താണെന്നറിയില്ല, അത് വെള്ളത്തിൽ കൂടി ഓടുമോ എന്നൊന്നും നമുക്കറിയില്ല. ജസ്റ്റ് കണ്ടപ്പോഴത്തേക്കും എൻ്റെ ഫോട്ടോ എടുക്കാൻ തോന്നി. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ റേസിങ് കാറിൻ്റെ രൂപത്തിൽ കുറച്ച് ബോട്ടുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നടന്ന് നമ്മൾ ബോട്ട് കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവർ വരുമായിരിക്കും, വന്നതിന് ശേഷം നമുക്ക് നോക്കാം. ഞാനിവിടെ വന്ന് ഒരു 5 യൂറോ കൊടുത്തിട്ട് അത് ബാത്തായിട്ട് ചേഞ്ച് ചെയ്യുകയാണ്. ഇവർ എല്ലായിടത്തും ഇന്ത്യൻ മണി അക്സെപ്റ്റ് ചെയ്യില്ല, യൂറോ മാത്രമാണ് അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള, ഇന്ത്യ ഒരു തേർഡ് വേൾഡ് കൺട്രി ആയതുകൊണ്ട് അവിടെ നിന്നുള്ള മണി അവർ അക്സെപ്റ്റ് ചെയ്യില്ല. 5 യൂറോ മാറിയപ്പോൾ നമുക്ക് 184.75 ബാത്താണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അവർ 100, 120, 140, 160, 185 തോന്നുന്നു ബാത്ത് തന്നിട്ടുണ്ട്. ആയിട്ട് കയറി ഞാനൊരു ഫുഡ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ 100 ബാത്ത് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. സ്റ്റാർട്ട് ചെയ്യുവാണ്. നടന്നേ കാലിനൊക്കെ നല്ല വേദനയുണ്ട്. അവർ സാനിറ്റൈസറും അതും ഇതുമൊക്കെ. അപ്പോൾ തുടക്കം തന്നെ പറയാം, മസ്റ്റ് റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഫുഡ് മസാജ്. ഞാൻ നന്നായിട്ട് നടന്ന് എൻ്റെ കാലെല്ലാം നന്നായിട്ട് കടച്ചിട്ട് വേദന എടുത്തിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫുഡ് മസാജ് ചെയ്തത്. എന്തായാലും 100 രൂപയ്ക്ക് 15 മിനിറ്റ് അവരത് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്.
കുട്ടിക്ക് വേണ്ടിയിട്ട് തലയുടെ ഇടുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു റിബൺ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചു. അതിന് അവർ 80 ബാത്താണ് മേടിച്ചത്. എന്തായാലും ഒരു ചെറുത് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി കയറാൻ പോകുന്നത് നംനം ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഒരു 100 ഏക്കറിൽ കൂടുതൽ നമുക്ക് പോകുമ്പോൾ കാണാം. വില്ലേജ് എന്ന് പറഞ്ഞ From the Bangkok to Nong Nut 4 hours. From Nong Nut to Bangkok 4 hours. If someone want like an adventure for the style like a lifestyle slow life, you can still sitting on the train in this station. Nong Nut station. Yeah, traveling from the Bangkok minimum by car only 2, but by train 4. Like the slow life. Is about the left hand side. They have about the bonsai. Everyone you see about the left hand side. Left hand side the fruit garden. Fruit garden. Left hand side ka. They have lot of about fruit. Durian. This is about the area. The right side is the bonsai garden. Very beautiful. Experience school for the elephant. Yes, for the elephant. They're teaching elephant. In here, in the inside there, the like about elephant, we are controlled by voice, not controlled by ear. Yeah. When you saw any show, I mean like any country, they showing about the elephant. You are already seen, about anyone or staff, they controlled by ear. Correct? And this area in the Nong Nut village, they are controlled by voice only. They already have the trainer and teaching about elephant. Yeah. For the conference hall, for meeting. Conference hall. For the government, they have lot of about flat. The right hand side, if we have about the holiday long weekend available in this area, the zone like a parking. അപ്പോൾ നോങ് നോച്ച് ട്രോപ്പിക്കൽ ഗാർഡനിലേക്ക് നമ്മൾ വന്നു. ഇനി നമ്മൾ ഇവിടുന്ന് ആദ്യത്തെ പരിപാടി ടിക്കറ്റ് എടുത്ത് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അതിനുശേഷം അവർ നമ്മളെ ഈ വണ്ടികളിൽ കയറ്റിയിട്ട് ഓരോ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. ഈ ഗാർഡൻ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ അതിപ്രശസ്തമായ 10 ഗാർഡനുകളിൽ ഒന്നാണ് ഈ നോങ് നോച്ച് ഗാർഡൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വന്നപ്പോഴത്തേക്കും കണ്ടു അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 100 ഏക്കറിൽ കൂടുതലാണ് ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്താണ് ഈ ആളുകളൊക്കെ ജീവിക്കുന്നത്. അവർ പല തരത്തിലുള്ള കച്ചവടങ്ങൾ, പുസ്തകങ്ങൾ, ഡ്രസ്സ്, അങ്ങനെയുള്ള കച്ചവടങ്ങളും പിന്നെ ഈ അഗ്രികൾച്ചറായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇതൊക്കെ വിറ്റാണ് അവർ ജീവിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഒരുക്കിയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഗാർഡൻ, തായ് കൾച്ചർ ഷോ, എലിഫൻറ്റ് ഷോ, സൈറ്റ് സീയിങ് ബസ്. ഇന്ത്യൻ ടൈം 11 AM to 3:30 PM ആണ് ടൈമിൽ എന്തെങ്കിലും ഇത്തിരി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ടിക്കറ്റ് കളയുന്നവർ പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പേരെന്താ? ശോഭ. എൻ്റെ പേര് നിതിൻ. എവിടെ നിന്നാണെന്നൊക്കെ അവരുടെ മെഷീനറീസൊക്കെ കേട്ടോ അവർ ഈ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ വണ്ടിയിൽ നമ്മളെ കൊണ്ട് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ. നമ്മൾ കയറി വരുമ്പോഴത്തേക്കും തന്നെ കാണുന്ന ആദ്യത്തെ കാഴ്ച ഇതൊരു കാക്ടസ് ഗാർഡനാണ് കേട്ടോ. ഏകദേശം ഒരു 1 ഏക്കറിൽ താഴെ അവർ കാക്ടസ് മാത്രം വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. മലയാളത്തിൽ ഇതിന് പറയുന്നത് കള്ളിമുൾച്ചെടി എന്നാണ്. ഇതെല്ലാം ഈ ടൈപ്പ് ഓഫ് കാക്ടസ് മുകളിലേക്ക് വളരുന്നുണ്ട്. മറ്റേത് താഴത്ത് തന്നെ വളർന്ന ഒരു മത്തങ്ങ പരുവത്തിൽ ഇങ്ങനെ കിടക്കുവാണ്. നമ്മളിത് ഇവിടെ ഇന്ത്യൻ ക്രിസ്ത്യൻ ഹാൾ 3 വന്നിട്ടുണ്ട്. ഇവിടെ 2 ഓപ്ഷനുണ്ട്. തായ് ഫുഡും കഴിക്കാം, ഇന്ത്യൻ ഫുഡ് കഴിക്കാം. ഞാനിപ്പോൾ വന്നപ്പോൾ മുതൽ തായ് ഫുഡ് ആയതുകൊണ്ട് ഇന്നിപ്പോൾ ഇന്ത്യൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കയറി. ഇന്ന് ലഞ്ചിന് ഇന്ത്യൻ കഴിക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെനു. ചിക്കൻ മെക്സിക്കൻ സ്റ്റൈല്, ഫിഷ്, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക, ചിക്കൻ, പിന്നെ പനീർ, ദാൽ.
ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ചെറിയ സ്റ്റോണ്, നമ്മുടെ നാട്ടിൽ പറയില്ലേ വെള്ളാരം കല്ല്, വെള്ളക്കല്ല് എന്നൊക്കെ, ആ കല്ലുകൾ കൊണ്ടാട്ടോ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. എന്തായാലും അടുത്ത് എന്നൊന്ന് നോക്കാം കേട്ടോ. കണ്ടോ, ഇപ്പം ഒരു ബുദ്ധമത ക്ഷേത്രമുണ്ട്, ഒരു ചെറിയ ആരാധനാലയം എന്ന് വേണമെങ്കിൽ പറയാം. അതേ നമ്മൾ പയ്യൊക്കെ ഇറങ്ങി തിരിഞ്ഞ് വണ്ടിയിൽ വന്ന് കയറി. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് അതേ നേരെ ഗാർഡനിലേക്ക് പോവാണ്. അപ്പോൾ അതേ നമ്മൾ ഗാർഡനിലേക്ക് കയറി. ബോൺസായി ടൈപ്പ് ഓഫ് ട്രീയുടെ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ലാവണ്ടർ, പിന്നെ ഈ മായപ്പൂയ സ്ഥലങ്ങളിൽ കാണുന്ന ടൈപ്പ് ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു നല്ല അടിപൊളി ഒരു ചെറിയ തടാകമുണ്ട്. ഇവിടുത്തെ ബുദ്ധകളുടെ പ്രതിമയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ പറയുന്ന ലാഫിംഗ് ബുദ്ധ ഉണ്ട് കേട്ടോ, വളരെ ഫേമസ് ആയിട്ടുള്ള. ബാക്കിയുള്ള ബുദ്ധന്മാരൊക്കെ ആണാണ്. ഒരു പെൺ ബുദ്ധ ദൈവവും കൂടി ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഈ പട്ടികളുടെ, മയിലുകളുടെ ഒക്കെ ജീവനില്ലാത്ത കുറേ ഈ സ്കൾപ്ചേഴ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ജീവനില്ലെങ്കിലും ശരിക്കും നമുക്ക് ഒറിജിനലാണെന്ന് ഫീൽ ചെയ്യുള്ളൂ. ഇവിടുത്തെ പഴയ ഒരു ബുദ്ധമത ടെമ്പിളാണ് കാണുന്നത്. ഇപ്പോൾ ഈ ജുറാസിക് പാർക്കിന്റെ പോലത്തെ ഒരു ടൈപ്പ് ഇപ്പോൾ ഇവിടെ കുറച്ച് മുമ്പ് കൊക്കോഡിമേർ എന്ന് പറഞ്ഞ ആ ചെടിയുടെ, ആഫ്രിക്കയിൽ വളരുന്ന ആ ചെടിയുടെ ഒരു ചെറിയ സീഡും കാര്യങ്ങളും സാപ്പിൾസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ മോസ്റ്റ്ലി വളരുന്ന ടൈപ്പ് ഓഫ് ട്രീ ആണത്. ഇതിന് അഡേനിയം നഴ്സറി എന്നാണ് പറയുന്നത്. സൈഡിൽ കൂടി സന്ദർശകർ വരുന്നുണ്ടെങ്കിലും മറു സൈഡിൽ കൂടി അതിന് നല്ല അടിപൊളി പരിപാലനം കൊടുക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡ്രെയിനേജ് ഉണ്ട്, ഈ കനാല് പോലെ. അപ്പോൾ കനാലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായി. അവിടെ പണിക്കാരെല്ലാവരും കൂടി അത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഇൻഡോർ ആൻഡ് പോട്ടറി ഗാർഡൻ എന്ന് പറയുന്നത്. നമുക്ക് വ്യത്യസ്ത ടൈപ്പിൽ അവർ ഓരോ പോട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ. ചിലതൊക്കെ ഈ എസ്കിമോസ്, അങ്ങനെ ഒരുപാട് വ്യത്യസ്ത രൂപങ്ങളിലാണ് അവർ ഈ പോട്ടറീസ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ ഇതെല്ലാം.
അപ്പോൾ ഇതെല്ലാം കാക്ടസിൻ്റെ ഏറ്റവും ചെറിയ ടൈപ്പ് കളർ വേരിയൻറ്റിൽ കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കാക്ടസ് ഉണ്ട്. റെഡ്, ഓറഞ്ച്, അതുപോലെ തന്നെ ഗ്രീന്, പർപ്പിള്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് കളറിലുള്ള കാക്ടസ് ട്രീകളെ നമുക്ക് കാണാം. ഇതിന് പേര് പറയുന്ന ഒരു ഡിനോസർ വാലി എന്നാണ്. ഒരുപാട് ഡിനോസേഴ്സിൻ്റെ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പണ്ടത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡിനോസേഴ്സ്, അതിൻ്റെയൊക്കെ സ്കൾപ്ചേഴ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും സ്കൾപ്ചേഴ്സിൻ്റെ അടിയിൽ അതിൻ്റേതായിട്ടുള്ള രൂപങ്ങളുമുണ്ട്. മെയ്പ്പ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ഡിനോസേഴ്സാണ് ഇത്. ഗ്വാങ്ലോങ്. വാൾഡോസേഴ്സ്. അവിടെ നിന്ന് കഴിഞ്ഞ് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ ഒരു ഷോയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു ട്രഡീഷണൽ തായ് ഷോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം. അവിടെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വന്നു. എല്ലാവരും ടയേർഡായി. നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടി. പിന്നെ അത് കൂടാതെ തന്നെ ഇന്ന് ഇപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷം. അപ്പോൾ ആദ്യമേ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. പിന്നെ പോകുന്നുണ്ടെങ്കിൽ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകാം. കാരണം ഓൾറെഡി നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിൽ പോകുന്നത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് നോക്കാം. ഓരോ അമ്മമാരെ മക്കളെ കൊണ്ട് ജീവിക്കാൻ വേണ്ടി പെടുന്ന കഷ്ടപ്പാടെ. ആ ഉന്തുവണ്ടിക്കകത്ത് ആ കൊച്ചിനെ വെച്ചുകൊണ്ട് തായ്ലൻഡിലെ ഈ പട്ടായ സ്ട്രീറ്റിലൂടെ അവർ ഓരോ പഴങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെയുള്ള ഫുഡ് പ്രൊഡക്റ്റുകൾ തള്ളിക്കൊണ്ട് പോവുകയാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. വാക്കിംഗ് സ്ട്രീറ്റിൽ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇനിയിപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിൽ പോകാനായിട്ട് പറ്റില്ല. കാരണം നല്ല ടയേർഡാണ്. അതുകൊണ്ട് ചിലപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ പരിപാടി ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ബസ്സിലേക്ക് കയറും. ചിലപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിൽ പോകും. അപ്പോൾ ഇത് നമ്മുടെ ഷെയ്ൻ മൂണാണ്. ഇവൻ ആർട്ട് ഫിലിംസിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുള്ളി പരിപാടി പയ്യെ ഒതുക്കി. പിന്നെ ലാസ്റ്റ് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദുൽഖറിൻ്റെ ചെറുപ്പകാലം അഭിനയിക്കാൻ വേണ്ടിയിട്ട് പുള്ളിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നാണ് പുള്ളി പറയണത്. സത്യാവസ്ഥ എനിക്കറിയില്ല. പക്ഷേ ആൾ കുറേ ഫോട്ടോ ഒക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടാണ്. ആർട്ട് ഫിലിമിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തായ്ലൻഡിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. ഇപ്പോൾ എത്ര വയസ്സാണ്? 15 വയസ്സായി. അപ്പോൾ ആളെ മിടുക്കനാണ്. ഇപ്പോൾ നമ്മുടെ ഈ പരിപാടി കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവന് നല്ല അവസരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചു കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും പുതിയ കണ്ടൻറ് ഉണ്ടാകും. തായ്ലൻഡിൽ പുതിയ എന്തെങ്കിലും കണ്ടൻറ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് പ്രാങ്ക് വീഡിയോ ചെയ്താലെന്നാണ്. ഞാൻ പറഞ്ഞ് ഇട്ടിക്കൊണ്ട് ഒരു വഴിക്കാവും തായ്ലൻഡുകാരുടെ. അത് കേട്ടിട്ട് ചിരിച്ചോണ്ടിരിക്കണ്. ഇപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പട്ടായയിൽ. അപ്പോൾ നമുക്ക് കണ്ടാലറിയാം നല്ല ക്രൗഡാണ്. നൈറ്റിൽ ഭയങ്കര ആക്റ്റീവാണ്. എന്തായാലും ഞാൻ ഫ്രണ്ട് വ്യൂ കാണിക്കാം. പ്യുവറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമുണ്ട്. വെടക്ക് മണം കേട്ടോ ഇവിടെ. മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മണമാണ്. ഇവിടെയാണ് റഷ്യൻ ഹോട്ട് ഗേൾസിൻ്റെ പബ്ബും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഈ
പ്യുവറായിട്ട് പറഞ്ഞാൽ തെരുവ് മാംസ കച്ചവടം എന്ന് പറയില്ലേ, അതാണ് ഈ നിൽക്കണതല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഭാഗങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം കുറേയൊക്കെ അശ്ലീലങ്ങളുണ്ട്, കുറേയൊക്കെ നല്ലതുമാണ്. പിന്നെ പ്യുവർലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ പരിപാടി മാത്രമേ ഉള്ളൂ. നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ആൾക്കാർ അപ്പോൾ നമ്മൾ തെരുവിൽ കൂടി സ്ട്രീറ്റിൽ കൂടി നടക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ആൾക്കാർ വരുന്നു, നമ്മുടെ കൈ പിടിച്ച് വലിക്കും, പെണ്ണുങ്ങൾ നമ്മുടെ കൈ പിടിച്ച് വലിക്കും. പക്ഷെ നമ്മുടെ ആവശ്യമൊന്നുമല്ല, നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നു, കാണുന്നു, പോകുന്നു. എൻ്റെ മൈൻഡ് പറഞ്ഞാണ്, ഉള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ നൈറ്റിൽ കാണാൻ പറ്റിയ കാഴ്ചകൾ ഒരുപാടുണ്ട്. ഇപ്പം ഞാനത് പറയാനുള്ള കാരണം എന്നെ ഒരുപാട് പേര് കൈ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങോട്ട് വാ, അത് ചെയ്യുക, ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഗ്രൂപ്പിലെല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞ് എൻ്റെ മേത് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് നടന്നു പോയി. അപ്പോൾ മോശപ്പെട്ട തെരുവുകളിലൊന്നാണ്. കാര്യം അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് പരിപാടിയും ചെയ്യും. അപ്പോൾ അതൊന്നുമല്ല, നമ്മൾ ഈ ഏരിയ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇഞ്ച് ഗ്യാപ്പില്ല, അത്രയും തിരക്കാണ് ഇവിടെ. സത്യം ഞാൻ പറയാം, ഈ പട്ടായയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഫാമിലി ആയിട്ട് വരുന്ന ഒരു നൈറ്റിൽ ഇവിടെ കൂടി കറങ്ങാതിരിക്കണമായിരിക്കും കുറച്ച് നല്ലത്. കാരണം ഇങ്ങനെ എനിക്കങ്ങനെ തുറന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടുന്ന് ടുക്ക് പിടിച്ചിട്ട് പട്ടായ സിറ്റിയുടെ രാത്രി കാഴ്ചകളിൽ തിരിച്ചു വരിക. കാരണം ഇപ്പോൾ രാത്രി ഏകദേശം 11 മണിയോളമായി. ഇനി പ്രത്യേകിച്ച് നമുക്കൊന്നും കാണാനില്ല, ഒന്നും മേടിക്കാനില്ല, ചെയ്യാനുള്ളതെല്ലാം രാവിലെ ചെയ്തു. പിന്നെ കുറച്ച് നേരം എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഒന്ന് കറങ്ങി അടക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങിയതാണ്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററിന് മുകളിലുണ്ട് നമ്മുടെ ഈ സ്ഥലത്തേക്ക്. എന്തായാലും പട്ടായയിലെ രാത്രി കാഴ്ചകൾ എല്ലാവരെയും ഒരുപാട് മനം വായിക്കാൻ വേണ്ടിയിട്ട് മാടി പിടിക്കുന്ന ഓരോ സ്ഥലമൊക്കെയാണ്. പോയി പെട്ടേക്കരുത് കേട്ടോ. എന്തായാലും നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഹോട്ടലിൽ പോയി കിടക്കണം, ഉറങ്ങണം. അതാണ് ഇന്നത്തെ പ്ലാന്. ഇനിയിപ്പോൾ നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കണം, കാരണം ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളതാണ്. അപ്പോൾ ബൈ.